ഹായ് സ്റ്റുഡൻസ്, ദ 7 ഏജസ് ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വില്യം ഷേക്സ്പിയറിൻ്റെ വൺ ഓഫ് ദ ഫേമസ് പ്ലേയിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണിത്. ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ് വെൻ വി ടേക്ക് ഓൺ ഡിഫറെൻറ്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡർ. അപ്പം എന്താണ്, നമ്മുടെ ലൈഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഒരു കുട്ടിയിൽ നിന്ന് ഒരു ഓൾഡർ ഏജിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഒരുപാട് റോൾസ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. ഡു യു അഗ്രി? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനാണ്. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്? നിങ്ങൾ എന്തെല്ലാം റോൾസാണ് ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞത്? വാട്ട് സ്റ്റേജ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ നൗ? ഇപ്പോൾ നിങ്ങൾ ലൈഫിൽ ഏത് സ്റ്റേജിലാണുള്ളത്? ലെറ്റ്സ് സീ ഹൗ ഷേക്സ്പിയർ ഡിസ്ക്രൈബ് ദ ജേർണി ഓഫ് ലൈഫ്. അപ്പോൾ ലൈഫിൽ ഓരോ സ്റ്റേജസിനെയും ഷേക്സ്പിയർ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തത് എന്നതാണ് ദ 7 ഏജസ് ഓഫ് മാൻ ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് പോവാം. അതിൻ്റെ ഫസ്റ്റ് ഭാഗം, ആൾ ദ വേൾഡ്സ് എ സ്റ്റേജ് ആൻഡ് ആൾ ദ മെൻ ആൻഡ് വുമൻ merely players. They have their exits and their entrances. And one man in his time plays many parts. His acts being 7 ages. അപ്പോൾ ഈ ആദ്യത്തെ പാട്ടിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. ഈ എൻ്റയർ വേൾഡ് എന്താണ്? ഒരു സ്റ്റേജാണ്. അതിലുള്ള പീപ്പിൾ, മെൻ ആയിക്കോട്ടെ വിമൺ ആയിക്കോട്ടെ, അവരെന്താണ്? മിയർ പ്ലേയേഴ്സാണ്, അല്ലേ? ആക്ടേഴ്സാണെന്ന് പറയാം. ഒരു വേൾഡിനെ ഒരു സ്റ്റേജായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ആളുകളൊക്കെ എന്താണ്? ആ സ്റ്റേജിൽ തൻ്റെ ടാലൻസ്, തൻ്റെ കഴിവുകൾ ഓഡിയൻസിന് മുമ്പിൽ പെർഫോം ചെയ്യുന്ന ഒരു ആക്ടേഴ്സാണ്. അതിലെന്താണ്? ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും അവരുടേതായിട്ടുള്ള റോളുകളും ഉണ്ട്. ആൻഡ് ദേ ഹാവ് ദ എക്സിറ്റ്സ് ആൻഡ് എൻട്രൻസസ്. ഓരോ ആളുകൾക്കും എന്താണ്? ആ ഒരു പ്ലേയിൽ അവരുടെ എക്സിറ്റും ഉണ്ട്, എൻട്രൻസും ഉണ്ട്. ഇവിടെ എൻട്രൻസ് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ബർത്താവാം. ബർത്തിലൂടെ ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെത്തിലൂടെ ഇവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് അടിച്ച് പോവുകയാണ്, അല്ലേ? ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. അപ്പോൾ ഒരാൾ തൻ്റെ ജീവിതകാലം മുഴുവൻ നോക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താണ്? മൾട്ടിപ്പിൾ റോൾസ് ഉണ്ട്, ഒരുപാട് പാർട്ടുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഈസ് ആക്ട്സ് ബീയിങ് 7 ഏജസ്. അപ്പോൾ ഈ ഒരു ഏജസിന് ഷേക്സ്പിയർ ക്ലാസിഫൈ ചെയ്തതാണ് 7 എണ്ണം ആക്കിയിട്ട്. ഒരാളുടെ ലൈഫ് ടൈമിൽ അയാൾക്ക് എന്താണ്? 7 റോൾസ് ഉണ്ട് ഈ ഒരു ലോകമെന്ന സ്റ്റേജിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. At first the infant, mewling and puking in the nurse's arm, and then the weaning schoolboy with his satchel and shining morning face, creeping like snail unwillingly to school. അപ്പോൾ അറ്റ് ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫാൻ്റ് ആണല്ലേ, ഒരു കുട്ടി, ഒരു കൈക്കുഞ്ഞ്. മ്യൂളിങ് ആൻഡ് പ്യൂക്കിങ് ഇൻ നേഴ്സ് ഹാൻഡ്. മ്യൂളിങ് എന്ന് പറഞ്ഞാൽ ക്രൈയിങ് ആണ്, കുട്ടികൾ കരയുന്നു. പ്യൂക്കിംഗ് എന്ന് പറഞ്ഞാൽ വൊമിറ്റിംഗ് ആണ്, കുട്ടികൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണല്ലേ, അവർ പാല് കുടിച്ച് വൊമിറ്റ് ചെയ്യുന്നത്. ഇൻ നേഴ്സ് ഹാം, നേഴ്സിൻ്റെ കയ്യിൽ വെച്ച്, അതായത് അവർക്ക് എന്താണ്? ഒരാളുടെ സപ്പോർട്ട് വേണമല്ലേ, ഒരു കെയർ ടേക്കർ, ഒരു നേഴ്സ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇവരുടെ കയ്യിൽ ഈ കുട്ടി എന്താ ചെയ്യുന്നത്? ക്രൈയിങ്ങിനോട് ഉദ്ദേശിക്കുന്നത് എന്താ? കുട്ടി തനിക്ക് വിശക്കുന്നോ അല്ലെങ്കിൽ തനിക്ക് ഉറക്കം വരുന്നതെന്നൊക്കെ അറിയിക്കാനാണല്ലേ ഈ കരയുന്നത്. അപ്പോൾ കുട്ടി ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ട്സാണ് ഈ മ്യൂളിങ്ങും പ്യൂക്കിങ്ങും അത് ഒക്കെ പറയുന്നത്. ആൻഡ് ദെൻ ദ വിന്നിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ. പിന്നെ അടുത്ത സ്റ്റേജ് ഏതാണ്? സ്കൂൾ ബോയുടെ സ്റ്റേജാണല്ലേ. വിന്നിങ് എന്ന് പറഞ്ഞാൽ കംപ്ലൈനിങ് ആണ്, എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ സ്കൂളിൽ പോകണമല്ലോ നല്ല കംപ്ലൈൻറ്റ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂൾ ബോയ്. വിത്ത് ഹിസ് സാച്ചൽ എന്ന് പറഞ്ഞാൽ സ്കൂൾ ബാഗാണ്. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്. ആ കുട്ടിയുടെ ഫേസ് മോർണിംഗിൽ എങ്ങനെയായിരിക്കും? വളരെ ഷൈനിങ് ആയിരിക്കും, അല്ലേ? ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ. പക്ഷെ അവൻ എന്താണ്? ക്രീപ്പിംഗ് ആണ്, ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് സ്നെയിൽ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പതിയെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൺവില്ലിങ്ലി ടു ഗോ സ്കൂൾ. കാരണം എന്താണ്? അവർ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകാനുള്ള മടി കാരണമാണ്, അല്ലേ? തൻ്റെ ഇഷ്ടത്തിനാണോ സ്കൂളിൽ പോകുന്നത്? മറ്റുള്ള ആർക്കോ വേണ്ടി സ്കൂളിൽ പോകുന്ന പോലെ എല്ലാ കാര്യങ്ങളും സ്ലോ ആയിട്ട് ഭയങ്കര ലേസി ആയിട്ട് ചെയ്തിട്ടാണ് ആൾ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ എന്താണ്? റോൾ ഓഫ് എ സ്റ്റുഡൻറ്റ് ഹു കംപ്ലൈൻസ് അബൌട്ട് ദ സ്കൂൾ, മൂവ് സ്ലോലി ആൻഡ് ലേസിലി ആസ് ഹി ഗോ ടു സ്കൂൾ അഗെയിൻസ്റ്റ് ഹിസ് വിഷസ്. തൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാം ഒരു ഒച്ചിനെ പോലെ, അങ്ങനെ സ്നെയിലിനെ പോലെ ഒക്കെ സ്ലോ ആയിട്ടാണ് ആൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു റോളാണ് അടുത്ത റോള് പറയുന്നത്, അല്ലേ? ആൻഡ് ദെൻ ദ ലവർ sighing like furnace with a woeful ballad made to his mistress eyebrow. അപ്പം ഇനി അടുത്ത റോള് പറയുന്നത് എന്താണ്? ഒരു യങ് ലവർ അല്ലെങ്കിൽ യൂത്താണ് പറയുന്നത്, അല്ലേ? നമ്മുടെ ഒരു കൗമാരം. അതെങ്ങനെയാണ്? ഇറ്റ്സ് ലൈക്ക് എ ഫർണസ് എന്ന് പറഞ്ഞാൽ
ഒരു ഹോട്ട് പ്ലേസ് അല്ലെങ്കിൽ ഒരു അടുപ്പൊക്കെ പോലെ ചൂട് കിട്ടാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ തീ കത്തിച്ചിടുന്നൊരു സ്ഥലമാണ്. വിത്ത് എ വോഫുൾ ബലാഡ്. വോഫുൾ എന്ന് പറഞ്ഞാൽ സങ്കടത്തോട് കൂടിയിട്ടുള്ള, ബലാഡ് പറഞ്ഞാൽ ഒരു സോങ് ആണ്. മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. അപ്പോൾ യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ ലവ് എന്നൊക്കെ പറയാം. ആ ഒരു ലവബിൾ ഏജിലുള്ള ആളെങ്ങനെയാണ്, അവർ ബ്രൈറ്റ് റെഡ് ലൈക്ക് ഫർണസ് ആയിരിക്കും. ഒരു ഫർണസിനെ പോലെ കത്തി ജ്വലിച്ചുകൊണ്ട് എപ്പോഴും എനർജറ്റിക് ആയിട്ടായിരിക്കും അവരുണ്ടാവുക. പക്ഷേ ദേ സിങ് സാഡ് സോങ്സ് ടു എക്സ്പ്രസ് ദെയർ ലവ്. അവരുടെ ആ ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും സാഡായിട്ടുള്ള സെൻറ്റിമെൻ്റലായിട്ടുള്ള പാട്ടൊക്കെ പാടിയിട്ടായിരിക്കും അവരിരിക്കുക. ഇനി അടുത്ത സ്റ്റേജായിട്ട് പറയുന്നത് എന്താണ്, ദെൻ എ സോൾജിയർ ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ് ആൻഡ് bearded like the pad, jealous in honor, sudden and quick in quarrel, seeking the bubble reputation even in the cannon's mouth. അപ്പോൾ അടുത്ത സ്റ്റേജ് പറയുന്നൊരു സോൾജിയറിൻ്റെ സ്റ്റേജാണ്. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ്. ഓത്ത് എന്ന് പറഞ്ഞാൽ പ്രോമിസസുകളാണ് അല്ലേ, സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറേ പ്രോമിസസ് ഉണ്ടാവും. ആൻഡ് ബിയേർഡഡ് ലൈക്ക് ദ പാഡ്. അപ്പോൾ ഇവരുടെ ബിയേർഡ് ലൈക്ക് ദ പാഡ്, ഒരു ലെപ്പേർഡിനെ പോലെ. പാഡ് എന്ന് ഉദ്ദേശിച്ച് ലെപ്പേർഡാണ്. ആ ഒരു ലെപ്പേർഡിനെ പോലെയൊക്കെ മീശയുള്ള, അതായത് കുറച്ചൊരു പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊമ്പമീശയൊക്കെ വെച്ചിട്ടുള്ള ഒരു സോൾജിയർ. ജെലസ് ഇൻ ഓണർ. ആളെന്തായിരിക്കും, ആൾക്ക് കുറച്ച് ക്വാളിറ്റീസൊക്കെ ഉണ്ട്. ജെലസ് ആയിരിക്കും. ദെൻ സഡൻ ആൻഡ് ക്യുക്ക് ഇൻ കോറൽ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സഡൻ ആൻഡ് ക്യുക്കായിട്ട് അവർ ആക്ട് ചെയ്യും. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ. എപ്പോഴും എന്താണ് അവർ ആ ഒരു ചെറിയ റെപ്യൂട്ടേഷൻ, ഒരു ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ ഇൻ ദ ക്യാനൺസ് മൗത്ത്. ക്യാനൺ എന്ന് പറഞ്ഞാൽ പീരങ്കിയാണ്. അപ്പോൾ പീരങ്കിക്ക് മുന്നിൽ വരെ അവർ തൻ്റെ ആ ഒരു ഫെയിം കാത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കറേജിയസ് ആയിട്ട് പോരാടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദേ ആർ ഫിയേഴ്സ്, ഡെഡിക്കേറ്റഡ്, കറേജിയസ് ആസ് ലെപ്പേർഡ്, സീക്ക് ഫെയിം ഈവൻ ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. ഏതൊരു സിറ്റുവേഷനെ, എത്ര ഡേഞ്ചറുള്ള സിറ്റുവേഷനെ അതിജീവിച്ചുകൊണ്ട് തൻ്റെ ആ ഒരു ഫെയിം അവർ നിലനിർത്തും. അതുപോലെ തന്നെ തൻ്റെ ജോലിയോടുള്ളൊരു ഡെഡിക്കേഷനും അവരുടെ കറേജൊക്കെയാണ് കാണിക്കുന്നതല്ലേ. ഈവൻ ക്യാനൺസ് മൗത്ത് എന്ന് പറയുന്നുണ്ട്, ആ ഒരു പീരങ്കിയുടെ മുമ്പിൽ വരെ അവർ തോൽക്കാതെ നിൽക്കുന്നു. അതാണ് ഒരു സോൾജിയറിൻ്റെ സ്റ്റേജ്. ഇനി അടുത്ത സ്റ്റേജ് ഏതാണ്, ആൻഡ് ദെൻ ദ ജസ്റ്റസ് ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് എ ഗുഡ് ക്യാപ്പൂൺ ലൈൻഡ് വിത്ത് ഐസ് സിവിയർ ആൻഡ് ബിയർഡ് ഓഫ് ഫോമൽ കട്ട്, full of wise souls and modern instances, and so he plays his part. ഇനി അടുത്തെന്താണ്, ദെൻ ദ ജസ്റ്റിസ്. ജസ്റ്റിസ് എന്നോട് ഉദ്ദേശിക്കുന്നത് ജഡ്ജാണ് അല്ലേ. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി. അവർ ജഡ്ജ് എങ്ങനെയായിരിക്കും, ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പൂൺ ലൈൻഡ്. ക്യാപ്പൂൺ എന്ന് പറഞ്ഞാൽ ഫാറ്റാണ്, വളരെ ഫാറ്റായിട്ടുള്ള വലിയൊരു കുടവയറൊക്കെ ഉള്ള ആളായിരിക്കും. വിത്ത് ഐസ് സിവിയർ. ആളുടെ കണ്ണുകൾ എന്തായിരിക്കും, വളരെ സിവിയർ, തീക്ഷ്ണമായിട്ടുള്ള, നല്ല ഒരു സീരിയസ് ആയിട്ടുള്ള കണ്ണുകളായിരിക്കും. ആൻഡ് ബിയേർഡ് ഓഫ് ഫോർമൽ കട്ട്. ഫോർമലി കട്ട് ചെയ്തിട്ടുള്ള ബിയേർഡ്സ് ആയിരിക്കും അല്ലേ, നല്ല സീരിയസ് ആൻഡ് ഫോർമൽ കട്ടൊക്കെ ഉള്ള ബിയേർഡ്സ്. അപ്പോൾ ആളുടെ ലുക്ക് എങ്ങനെയായിരിക്കും, താടി, മീശ അല്ലെങ്കിൽ എൻ്റെയർ ഫേസൊക്കെ ഒരു ഫോർമലി, കുറച്ച് സിവിയർലി, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളുടെ ലുക്കായിരിക്കും. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. അപ്പോൾ ഫുൾ ഓഫ് വൈസ് സോസ്. സോസ് എന്ന് പറഞ്ഞാൽ സേയിങ്സ് ആണ്, കുറച്ച് ബുദ്ധിജീവികളെ പോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. അവരുടെ ലൈഫിൽ എന്താണ്, ഒരുപാട് റിയൽ ലൈഫ് മോഡേൺ എക്സ്പീരിയൻസസ് ഉണ്ടാവും. അവരുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസസും ഒരുപാട് ഇങ്ങനെ കഥകൾ, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് സോ ഈ പ്ലേസ് ഇസ് പാർട്ട്. അങ്ങനെയാണ് ആൾ തൻ്റെ പാർട്ട് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ ബിക്കം എ ജഡ്ജ്. ഒരു ജഡ്ജ് ആവുന്ന സ്റ്റേജാണ്. ആ ജഡ്ജിൻ്റെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഹ്യൂജ് ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ബെല്ലി ഉണ്ടാവും, വെൽ ഫെഡായിരിക്കും ആൾ അല്ലേ, നല്ല ഭക്ഷണം കഴിച്ച് ഫാറ്റായിട്ടുള്ള ആൾ. പിന്നെ കുറച്ച് സിൻസിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കണ്ണുകൾ. ഫുൾ ഓഫ് വൈസ് സേയിങ് ആൻഡ് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആയിരിക്കും അല്ലേ. നല്ലൊരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ റിയൽ ലൈഫിലുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ദേ ബിലീവ് ദേ നോ എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്. എങ്ങനെയായിരിക്കും, അതായത് തനിക്ക് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുള്ള രീതിയിൽ മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഓഫ് ലൈഫാണ് ഈ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് എന്നുള്ളതുകൊണ്ട് ഷേക്സ്പിയർ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് സ്റ്റേജ്, ദ സിക്സ്ത് ഏജ് ഷിഫ്റ്റ്സ് ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്. ഹിസ് യൂത്ത്ഫുൾ ഹൂസ് well saved a world too wide for his shrunk shank, and his big manly voice turning again towards childish treble pipes and whistles in his sound. ഇപ്പോൾ ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അടുത്ത ഏജ് ഏതാണെന്നല്ലേ. സ്ലിപ്പേർഡ്
ആയിട്ടുള്ള പാന്തലൂൺസൊക്കെ സ്ലിപ്പേർഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ പാന്തലൂൺസൊക്കെ ധരിച്ചിട്ടുള്ള ഒരാൾ അല്ലേ. സ്ലിപ്പേർഡ്, ലീൻ എന്ന് പറഞ്ഞാൽ തടിയില്ലാത്ത, സ്ലിപ്പേർഡ് പറഞ്ഞാൽ സ്ലിപ്പേഴ്സ് ചെരുപ്പുകൾ ധരിച്ചിട്ടില്ല. ദെൻ പാന്തലൂൺ ആണ് ഉദ്ദേശിക്കുന്നത് ഈ കുറച്ച് വയസ്സായിട്ടുള്ള ആളുകളുടെ ഡ്രസ്സാണ്, എസ്പെഷ്യലി പാൻറ്റൊക്കെ ലൂസായിട്ടുള്ള പാൻറ്റ്. വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ്, മൂക്കിൽ എന്താണ് ഒരു കണ്ണട ഉണ്ടാവും എപ്പോഴും. ആൻഡ് പൗച്ച് ഓൺ സൈഡ്, ഫേസിൻ്റെ 2 സൈഡിൽ എന്താണ് പൗച്ച് എന്ന് പറഞ്ഞാൽ ഈ വയസ്സായ ആളുകളുടെ സ്കിന്ന് കാണാം അങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ലൂസായി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള സ്കിന്നില്ലേ, അതൊരു ഓൾഡ് ഏജിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ആൻഡ് ഹിസ് യൂത്ത്ഫുൾ ഹൂസ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് ലെഗ് കവറിങ് ആണ്. അയാളുടെ യൂത്തിൽ യൂസ് ചെയ്തിരുന്ന ആ ഒരു ടൈറ്റ് ലെഗ് കവറിങ്. വെൽ സേവ്ഡ്, എ വേൾഡ് ടു വൈഡ് ഫോർ ഹിസ് ഷാങ്ക്. പക്ഷെ ഇപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ കാലുകളുടെ അവസ്ഥയാണ് പറയുന്നത്. ഷാങ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു മുട്ട് മുതൽ ആങ്കിൾ വരെയുള്ള പാട്ടാണ്. അതെങ്ങനെയാണ് ഷ്രങ്കായിട്ട് ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നത് കാണാം. ആ ഒരു വയസ്സായ ആളുകളുടെ കൈയും കാലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം അവരുടെ മസിൽസൊക്കെ ഇങ്ങനെ ഷ്രിങ്കായിട്ട് കിടക്കുമായിരിക്കും. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ്, അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു മാൻലി വോയിസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള വോയിസ് എന്താണ്, ടേണിങ് എഗെയിൻ ടുവേർഡ്സ് ചൈൽഡിഷ് ട്രിബിൾ. ഇപ്പോൾ ഒരു കുട്ടികളുടെ സൗണ്ട് പോലെ ഒരു ട്രിബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ വോയിസാണ്. അത്ര കേൾക്കാൻ സുഖമൊന്നും ഇല്ലാത്തൊരു തരത്തിലുള്ള സൗണ്ടായി മാറിയിട്ടുണ്ട്. പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ എ സൗണ്ട്, പൈപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു വിസിലിൻ്റെയൊക്കെ സൗണ്ട് പോലെ കേൾക്കാനൊന്നും സുഖമില്ലാത്ത രീതിയിലുള്ളൊരു സൗണ്ടായി മാറിയിട്ടുണ്ട് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ബിഗ് മാൻലി വോയിസ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പറയുന്നത് എന്താണ്, നമ്മൾ ആ ഒരു ഓൾഡ് ഏജിലേക്കുള്ള എൻട്രൻസ് ആണ്. ആൾ ഏത് ഡ്രസ്സായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക, സ്ലിപ്പേഴ്സ്, അതുപോലെ തന്നെ ലൂസ് പ്ലാന്റ്സ് ഉണ്ടാവും, പിന്നെ മൂക്കിൻ്റെ മുകളിലായിട്ടൊരു കണ്ണട ഉണ്ടാവും. അവരുടെ സോഫ്റ്റ് ലൂസ് സ്കിൻ ഹാങ്ങിങ് ഡൗൺ ഫ്രം ദെയർ ഫേസ് ഡ്യൂ ടു ഓൾഡ് ഏജ്. സ്കിന്നിനെ കുറിച്ച് പറഞ്ഞാൽ അതാണ്, സ്കിന്നിങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു മാൻലി വോയിസ് ഒക്കെ ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഒരു ഓൾഡ് ഏജിലൂടെ ആൾക്ക് വന്ന മാറ്റമാണ്. Last scene of all this that ends the strange eventful history, his second childishness and mere oblivion, sans state, sans eye, sans taste, sans everything. ഇനി ലാസ്റ്റ് സ്റ്റേജാണ്, ലാസ്റ്റായിട്ടുള്ള ആളുടെ സ്റ്റേജ്. ദാറ്റ് എൻഡ്സ് ദിസ് സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി, എല്ലാം അവസാനിപ്പിക്കുന്ന ആ ഒരു സ്റ്റേജ്. ഇൻ സെക്കൻഡ് ചൈൽഡിഷ്നെസ്, അവിടെ ആ ഒരു സ്റ്റേജിനെ പറഞ്ഞ പേരെന്താണ്, സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആണ്. വീണ്ടും ഒരു കുട്ടിത്തത്തിലേക്ക് പോകുന്നു. ഒബ്ലീവിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൊഗറ്റ്ഫുൾനെസ് ആണ്, എല്ലാം മറക്കുന്ന ഒരു സ്റ്റേജ്, ആൾക്കൊന്നും ഓർമ്മയില്ലാവില്ല. സാൻസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എന്നുള്ള മീനിങ് ആണ്, ഇല്ല, പല്ലുകളുണ്ടാവില്ല. സാൻസ് ഐസ്, കണ്ണിന് എന്താണ് പ്രോപ്പറായിട്ടുള്ള കാഴ്ച ഉണ്ടാവില്ല. ദെൻ സാൻസ് ടേസ്റ്റ്, അവർക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സാൻസ് എവ്രിതിങ്, അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൊരു സ്റ്റേജ്. അപ്പോൾ എന്താണ്, ഏകദേശം എൻഡ് ഓഫ് ദ ലൈഫ്, ആ ഒരു ഓൾഡ് ഏജിൻ്റെയും ഒരു എക്സ്ട്രീമായിട്ടുള്ള പീരിയഡാണിത്. ആ ഒരു സമയത്ത് ആളുകൾ ശ്രദ്ധിച്ചാൽ കാണാം അവർ കുട്ടികളെ പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുക അല്ലേ, ഹെൽപ്ലെസ് ആയിരിക്കും അവരെല്ലാം മറന്നു തുടങ്ങിയിട്ടുണ്ടാവും. അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും മറന്ന് അവരുടെ എല്ലാ ഫിസിക്കൽ ഫീച്ചേഴ്സും, ഇപ്പോൾ ഇവിടെ ടീത്ത്, ഐ, ടേസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു ബോഡിയുടെ സ്ട്രെങ്ത്തും ഫിസിക്കൽ ഫീച്ചേഴ്സൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്റ്റേജാണ് ലാസ്റ്റ് സ്റ്റേജായിട്ട് അല്ലെങ്കിൽ 7th ഏജായിട്ട് ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളത്. The 7 Ages of Man is an extract from William Shakespeare's well-known play As You Like It. അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ ഷേക്സ്പിയറിൻ്റെ വൺ ഓഫ് ദ ഫേമസ് പ്ലേ ആയിട്ടുള്ള ആസ് യു ലൈക്ക് ഇറ്റിൽ നിന്നെടുത്ത ഒരു ഡയലോഗാണ് ഈ ഒരു 7 Ages of Man എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷേക്സ്പിയറിനെ കുറിച്ച് ചെറിയൊരു നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈസ് ബോൺ ഇൻ 23rd April 1564 ആൻഡ് ഡൈഡ് ഇൻ 23rd April 1660. Was an English playwright, poet and actor widely regarded as one of the greatest writers വേൾഡ്. അപ്പോൾ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്ററായിട്ട് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ഷേക്സ്പിയർ. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് ബാർഡ് ഓഫ് അവൻ. ഹിസ് വർക്ക്സ് ഇൻക്ലൂഡിങ്, അദ്ദേഹത്തിന് എത്ര വർക്ക് ഉണ്ട്, 37 പ്ലേസ് ഉണ്ട്, 154 സോണറ്റ്സും 2 ലോങ് നാരേറ്റീവ് പോയംസും ഉണ്ട് അല്ലേ. ഹിസ് പ്ലേസ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എവറി മേജർ ലിവിങ് ലാംഗ്വേജ് ആൻഡ് ഹാവ് ബീൻ പെർഫോംഡ് ആൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഏകദേശം എല്ലാ ലാംഗ്വേജസിലും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് പെർഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഷേക്സ്പിയർ ഹാവ് സ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൂടെ വന്ന ക്യാരക്ടേഴ്സ് എന്നാണ് എല്ലാ കാലത്തും വളരെ ഫേമസ് ആയിട്ട് നിലനിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്.
7 ഏജസ് ഓഫ് മാൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെ ഷേക്സ്പിയർ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു മലയാളം സമ്മറിയാണ് പറഞ്ഞത്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. ഇതിൻ്റെ ബാക്കി വരുന്ന ആക്ടിവിറ്റീസൊക്കെ അപ്കമിങ് വീഡിയോസിലായിട്ട് നമുക്ക് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ആൾ. കീപ് വാച്ചിങ്.